ഓരോ വസ്തുവിൻ്റെയും കണ്ടിന്യൂസ് ആയിരുന്നു ടീച്ചറെ. ഓരോ വസ്തുവിൻ്റെയും ഓരോ വസ്തുവിനെയും അവളുടെ വിരലുകൾ കൊണ്ട് സ്പർശിപ്പിച്ച ശേഷം കൈത്തണ്ടയിൽ അതിൻ്റെ പേര് സള്ളിവൻ എഴുതി. ഫുൾ സ്റ്റോപ്പ്. വെള്ളത്തിൽ തൊട്ട ശേഷം വാട്ടർ എന്ന് എഴുതി. ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ ലോകത്തുള്ള എല്ലാത്തിനും പേരുണ്ട് എന്ന് ഹെലൻ മനസ്സിലാക്കി. ഫുൾ സ്റ്റോപ്പ്. അതിബുദ്ധിമതിയായിരുന്ന ഹെലൻ പുതിയ പഠന രീതിയോട് പൊരുത്തപ്പെട്ടു. ഫുൾ സ്റ്റോപ്പ്. തൻ്റെ അധ്യാപികയിലൂടെ അവൾ ലോകത്തെ തൊട്ടറിഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. അന്ധരായവർക്കുള്ള ബ്രെയിലി ലിപി പഠിച്ചെടുത്തു. ഫുൾ സ്റ്റോപ്പ്. സംസാരിക്കുവാനും അവൾ പരിശീലനം നടത്തി. ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ നൂറ്റാണ്ടോളം ആനി സള്ളിവൻ എന്ന അധ്യാപിക ഹെലൻ്റെ കാഴ്ചയും കേൾവിയുമായി മാറി. ഫുൾ സ്റ്റോപ്പ്. അന്ധയും ബധിരയുമായ ഹെലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി. ഫുൾ സ്റ്റോപ്പ്. മികച്ച പ്രഭാഷകയായി മാറി. ഫുൾ സ്റ്റോപ്പ്. അന്ധരുടെയും ബധിരരുടെയും തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടി. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. അന്ധരായവർക്ക് വേണ്ടി ഹെലൻ കെല്ലർ ഇൻ്റർനാഷണൽ എന്ന സംഘടന രൂപീകരിച്ചു. ഫുൾ സ്റ്റോപ്പ്. ഇച്ഛാശക്തി കൊണ്ട് തൻ്റെ പരിമിതികളെ അതിജീവിച്ച ഹെലൻ കെല്ലർ മനുഷ്യാവകാശ പ്രവർത്തകയും എഴുത്തുകാരിയും പ്രഭാഷകയുമൊക്കെയായി മാറി. ഫുൾ സ്റ്റോപ്പ്. ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് അവരുടെ ആത്മകഥയുടെ പേരാണ്. അടുത്ത പാരഗ്രാഫ്. അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ സിംഗിൾ ഇൻവെർട്ടറിൽ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സിംഗിൾ ഇൻവെർട്ടഡ് ക്ലോസ് ഹെലൻ കെല്ലറിനെ തേടിയെത്തി. ഫുൾ സ്റ്റോപ്പ്. ലോകം കണ്ട എക്കാലത്തെയും
മികച്ച പ്രതിഭകളിൽ ഒരാളായ ഹെലൻ കെല്ലർ 1968 അന്തരിച്ചു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ് ഇൻവേർട്ടഡ് കോമയിലെ അങ്ങനെയെങ്കിൽ കാഴ്ചയും കേൾവിയുമുള്ള നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അല്ലേ ഉണ്ണിയമ്മേ? ക്വസ്റ്റ്യൻ മാർക്ക്, ഇൻവേർട്ടഡ് കോമ ക്ലോസ്, ഹൈഫൻ, കുഞ്ഞുണ്ണി ചോദിച്ചു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത ലൈന് ഇൻവേർട്ടഡ് കോമയിലെ അതെ, കോമ, ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് നമുക്ക് വിജയം നേടാൻ കഴിയും. ഫുൾ സ്റ്റോപ്പ്. ഇൻവേർട്ടഡ് കോമ ക്ലോസ്. താഴെ ഒരു ഹൈഫൻ ഉണ്ണീരിയമ്മ കൂട്ടിച്ചേർത്തു. ഫുൾ സ്റ്റോപ്പ്.